യോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു സാംസങ്ങിൻ്റെ ഫോണാണ്, അതായത് സാംസങ് M31. സോ ഗൈസ്, നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ M31 ഫോണാണ്. സോ നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, സാംസങ് ഗാലക്സി M31 ഇവിടെ എഴുതിയിട്ടുണ്ട്. സൈഡ് ഒന്നുമില്ല, നല്ല ക്ലീൻ പാക്കേജിങ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്ലീൻ പാക്കേജിങ് ആണ്. ഇത് മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ ഓഗസ്റ്റ് 2020 ആണ്. ഓഗസ്റ്റിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. സാംസങ്ങിൻ്റെ തന്നെ സാംസങ് ഇന്ത്യ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ, ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്നത് മൊബൈൽ ഫോൺ, അഡാപ്റ്റർ, കേബിൾ, ഇജക്ഷൻ പിൻ, മാനുവൽ കാർഡുമാണ് കൊടുക്കുന്നത് ഈ ഫോണിൻ്റെ പുറം തന്നെ. പിന്നെ ഇതിൻ്റെ ഫോണിൻ്റെ MRP പറഞ്ഞാൽ 20,000 ആണ്. ആമസോണിലേക്ക് ഒരു 17,500 കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, നമുക്കിനി ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്യാം. യെസ് ഗൈസ്, യെസ്, വൗ, നല്ലൊരു ക്ലീൻ പാക്കേജിങ് ആണ്. യെസ് ഗൈസ്, ദിസ് ഈസ് ദ ഫോൺ. നമുക്ക് ഫോണിലേക്ക് വരാം. നമുക്ക് അഡാപ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. സാംസങ്ങിൻ്റെ 15 വാട്ട് അഡാപ്റ്ററാണ് സാധനം. ഇനി നമുക്ക് USB കേബിൾ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. USB കേബിൾ, ഓ ഗൈസ്, അത്യാവശ്യം നല്ല നീളമുള്ള USB കേബിൾ തന്നെയാണ്. ടൈപ്പ് സി ആണ് കേബിൾ, ടൈപ്പ് സി കേബിളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് ഈ അഡാപ്റ്ററിൽ നമുക്കൊന്ന് USB കേബിൾ ഒന്ന് കണക്ട് ചെയ്യാം. വൗ, നല്ല അടിപൊളിയായി ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലൂസും ഇല്ല, നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ലൊരു കേബിളാണ്, നല്ലൊരു അഡാപ്റ്ററും കൂടിയാണ്. ഇനി വേറെ എന്തെങ്കിലും ഈ ബോക്സിൽ കൊടുക്കുന്നുണ്ടോ? യെസ് ഗൈസ്, ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം, ഇതിലൊക്കെ എന്താ കൊടുത്തിട്ടുള്ളതെന്ന്. കുറച്ച് മാനുവൽ കാർഡ്സാണ് കൊടുത്തിട്ടുള്ളത്. വാറണ്ടി കാർഡിൻ്റെയും ഗൈഡൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇജക്റ്റിംഗ് പിൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഇജക്ട് പിൻ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇജക്ട് പിൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. സോ ഗൈസ്, നമുക്കിനി ഫോൺ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഒന്ന് പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് അൺറാപ്പ് ചെയ്യാം. ഗൈസ്, നല്ല നമുക്കിതൊന്ന് അൺറാപ്പ് ചെയ്യാം. ഓ ഗൈസ്, നല്ലൊരു ഫോണാണ്. 0.something ആണ് ഇതിൻ്റെ സാർ വാല്യൂ. അത് റേഡിയേഷൻ ഒന്നും അങ്ങനെ ബാധിക്കാത്ത ഒരു നല്ലൊരു ഫോണാണ്. പിന്നെ 6128 വേരിയൻ്റാണ് ഈ ഫോൺ. ഓഷ്യൻ ബ്ലൂ കളറാണിത്, ഓഷ്യൻ ബ്ലൂ കളർ. അത്യാവശ്യം നല്ലൊരു കളർ തന്നെയാണ്. അത്യാവശ്യം വലിയ വെയിറ്റ് ഒന്നുമില്ല, നോർമൽ വെയിറ്റ് തന്നെയാണ് ഈ ഫോണിനും കൊടുത്തിട്ടുള്ളത്. 200 ബിലോ വെയ്റ്റ്സാണ് കൊടുത്തിട്ടുള്ളത്, വിച്ച് ഇസ് ഫൈൻ. അത്ര വലിയ ഹെവി ഒന്നുമില്ല. പിന്നെ പ്ലാസ്റ്റിക് ബിൽഡാണ്, ഗ്ലാസ് ബിൽഡല്ല, പ്ലാസ്റ്റിക് ബിൽഡ്. അതുകൊണ്ട് തന്നെ വീണാലൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഇല്ല. ഉള്ളിൽ സോഫ്റ്റ്വെയർ എന്തെങ്കിലും പറ്റിയാലേ ഉള്ളൂ. ഹാർഡ്വെയർ അങ്ങനെ പെട്ടെന്നൊന്നും, ഗ്ലാസ് ടൈപ്പ് പോലെ തന്നെ പെട്ടെന്നൊന്നും പൊട്ടി ക്രാക്കൊന്നും വരില്ല ഉള്ളൂ. 32 മെഗാ പിക്സലിൻ്റെ ഒറ്റ സെൽഫി ക്യാം. പിന്നെ കോഡ് ക്യാം, ഇതാണ് സെറ്റപ്പാണ്, കോഡ് ക്യാം സെറ്റപ്പ്. 64 മെഗാ പിക്സലിൻ്റെ സാംസങ് സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിനി ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം, ഓണാക്കി നോക്കാം. യെസ് ഗൈസ്, നമ്മൾ ഓണാക്കിയിരിക്കുന്നു. സോ ഗൈസ്, ഞാനൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഓപ്പൺ ആക്കുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മളിപ്പോൾ ഫോൺ ജസ്റ്റ് ഓണാക്കി സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. യെസ് ഗൈസ്, നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. സാംസങ്ങിൻ്റെ തന്നെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നല്ല സ്മൂത്താണ് യൂസ് ചെയ്യാൻ. 60 Hz ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറേ ബ്ലോട്ട് ബേസ്, ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് കുറേ ഉണ്ട്. കുറച്ച് ബ്ലോട്ട് ബേസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് തന്നെയാണ് ഫോണ്, കുഴപ്പമൊന്നുമില്ല. എക്സിനോസിൻ്റെ പ്രോസസ്സറാണ്, എക്സിനോസ് 9611 പ്രോസസ്സറാണ്. സോ ഗൈസ്, ഈ ഫോൺ പറഞ്ഞാൽ 6.4 ഇഞ്ചസ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. പിന്നെ ഇതിൻ്റെ
ഫ്രണ്ട് ഭാഗം ഇൻഫിനിറ്റി യു നോച്ചാണ് ഇവിടെ കാണുന്ന സെൽഫി കൊടുത്തിട്ടുള്ളത്. സിംഗിൾ സെൽഫി ക്യാമറയാണ്, 32 മെഗാ പിക്സലിൻ്റെ സിംഗിൾ ക്യാമറയാണ് സെൽഫി ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടത്തേക്കാണെങ്കിൽ ക്യാമറ ബാക്കിലുള്ള റെയർ ക്യാമറയാണെങ്കിൽ കോഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറ, മെയിൻ പ്രൈമറി ക്യാമറ ആയിട്ടുള്ള 64 മെഗാ പിക്സലിൻ്റെ പ്രൈം ക്യാമറയും പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും 5 മെഗാ പിക്സൽ മാക്രോയും കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് സെറ്റിങ്സ് പോയി എബൌട്ട് ഫോണിലേക്ക് പോയി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഇൻഫർമേഷൻ ഒന്നൊക്കെ നോക്കാം. ഇപ്പോൾ 67 ബാറ്ററി ലെവലാണ് ഉള്ളത്. ഒരു ഓൾറെഡി കുറച്ച് ചാർജ് ആയിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ 6000 mAh ബാറ്ററി ആണ് ഇൻബിൽഡായിട്ട് കിട്ടുന്നത്, വിച്ച് ഈസ് ഗുഡ്. അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് കിട്ടും ബാറ്ററി. പവർ ബാങ്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഫോൺ തന്നെ 1 ടൈം ചാർജ് ചെയ്താൽ തന്നെ ഒരു ദിവസമൊക്കെ സുഖമായിട്ട് തള്ളിപ്പോകാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ തന്നെ UI 1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 10 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ ഡുവൽ സിം 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 സിം സ്ലോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് സിം സ്ലോട്ട്. ഇതിൻ്റെ സിം ഇജക്റ്റിംഗ് ഏരിയ ഇതാണ്. ഇവിടെയാണ് സിമ്മൊക്കെ ഇൻസേർട്ട് ചെയ്യേണ്ട ഏരിയ വരുന്നത്. ഇവിടെ ഇജക്റ്റിംഗ് ടൂള് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നമുക്കൊന്ന് സിം ഇജക്റ്റിംഗ് ട്രേ സിം ട്രേ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 2 ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് തന്നെയാണ്. ഈ ഫോണിൽ ലവ് സ്ക്രീൻ നോക്കാൻ വേണ്ടി നമുക്ക് കുറേ ലവ് സ്ക്രീൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫേസ് അൺലോക്ക് ചെയ്യുന്നുണ്ട്, ഫിംഗർ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, പിൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ റിയർ ക്യാമറേൻ്റെ അടുക്കാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ബാക്കിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫേസ് അൺലോക്ക് ഉണ്ട്. സോ ഗൈസ്, നമുക്കൊന്ന് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഗൈസ്, ഇപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. യെസ്, നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല അടിപൊളി ഫിംഗർ പ്രിൻ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. മില്ലി സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ അൺലോക്കിങ് വരുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഡാർക്ക് മോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഡാർക്ക് മോഡ് ഉണ്ട്. പിന്നെ മോഡ് ഇഷ്ടപ്പെടാത്ത ആൾക്ക് ഡാർക്ക് മോഡ് ഓഫ് ചെയ്യാം. പിന്നെ വിവിഡ് നമുക്ക് സ്ക്രീനിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് കോൺട്രാക്ട്സൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് നമ്മളിഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ഗൈസ്, അഡ്വാൻസ് ഫീച്ചറിലേക്ക് നമുക്ക് കുറേ ഗെസ്റ്റേഴ്സൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. പിന്നെ ഗെയിം ലോഞ്ചൊക്കെ ഉണ്ട്. ഗെയിമിംഗ് മോഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഈ ഫോണ് ബൂസ്റ്റർ ഗെയിമിംഗ് ലോഞ്ചറൊക്കെ ഉണ്ട് ഈ ഫോണിൽ ഇൻബിൽഡായിട്ട്. സോ ഗൈസ്, ഇതിൻ്റെ സ്പീക്കറിലേക്ക് വരുമ്പോൾ ഇതൊരു മോണോ സ്പീക്കറാണ്, സിംഗിൾ സ്പീക്കറാണ് ഇത് കൊടുത്തിട്ടുള്ളത്, സ്റ്റീരിയോ സ്പീക്കറല്ല. പക്ഷെ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഈ സ്പീക്കറിൽ നിന്ന്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഈ മ്യൂസിക് വെച്ച്. സോ ഗൈസ്, നമുക്ക് ഇതിൻ്റെ മ്യൂസിക് ഒന്ന് സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം, മോണോ സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സോ ഗൈസ്, നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഈ മോണോ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നത്. സോ ഗൈസ്, ക്യാമറയിലേക്ക് വരുമ്പോൾ ഇത് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത്. കോഡ് ക്യാം സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ലൈവ് ഫോക്കസ് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, വീഡിയോ മോഡുണ്ട്, പിന്നെ വേറെ കുറേ മോഡ്സൊക്കെ ഉണ്ട്.
മാക്രോ ഷോട്ട്സ് എടുക്കാം, സൂപ്പർ സ്ലോ മോഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ മോഡ്സും ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഷോർട്സ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. സോ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഒന്ന് ചാർജിങ് നമുക്കൊന്ന് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. സി പോർട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല യെസ് ഗൈസ് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ലൂസൊന്നുമില്ല. ഇറ്റ്സ് പെർഫെക്റ്റ്ലി മാച്ചിങ്, പെർഫെക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഇത്രയുമാണ് എൻ്റെ സാംസങ് M31 വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. താങ്ക് യു.